ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ്. രാവിലെ 6 മണിക്ക് കളമശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട് രാത്രി 8 മണിക്ക് തിരിച്ചെത്തുന്ന ഒരു ഏകദിന യാത്ര. നഗരജീവിതത്തിലെ പതിവ് തിരക്കുകളിൽ നിന്നും ദിനചര്യകളിൽ നിന്നും ഒരു മാറി നടത്തമാണ് ഈ യാത്ര. ഈ യാത്രയിൽ ഗ്യാപ്പ് റോഡ് സവാരിയുണ്ട്, സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്. മൂന്നാറിലെ പ്രകൃതിയെ, പച്ചപ്പിനെ, തണുപ്പിനെ, മേഘപാളികളെ, സഞ്ചാരികളുടെ വൈവിധ്യത്തെ നേരിട്ടറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. ഈ യാത്രയിൽ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം പ്ലാൻ ചെയ്തിരിക്കുന്നത് കോതമംഗലത്തിനും നേര്യമംഗലത്തിനും ഇടയ്ക്കുള്ള പെപ്പർ ആൻഡ് ബൗൾ എന്ന വെജ് ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ്. ധാരാളം പാർക്കിംഗ് സൗകര്യം, ഇലക്ട്രിക് കാർ ചാർജിംഗ് പോയിൻ്റ്, ആവശ്യത്തിന് യൂറിനലുകൾ, കൂടാതെ വളരെ ഹൈജീനിക്കായ ഒരു ഹോട്ടൽ കൂടിയാണ് പെപ്പർ ആൻഡ് ബൗൾ. 8 മണിയോടുകൂടി ഞങ്ങൾ പെപ്പർ ആൻഡ് ബൗളിൽ എത്തിച്ചേർന്നു. ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പുത്തൻകുരിശ് എന്നാണ്. നമ്മുടെ കോലഞ്ചേരിക്ക് സമീപമുള്ള പുത്തൻകുരിശല്ല കേട്ടോ. ഇത് കോതമംഗലത്തിനും നേര്യമംഗലത്തിനും ഇടയ്ക്കുള്ള പുത്തൻകുരിശാണ്. വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. വളരെ ഹൈജീനിക്കായ ഹോട്ടലാണ്. ഞങ്ങൾ ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മൂന്നാറിലേക്കുള്ള യാത്ര തുടർന്നു. മൂന്നാറിലേക്കുള്ള യാത്രാമധ്യേ ചീയപ്പാറ വാട്ടർഫോൾസിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ അതിരാവിലെ തന്നെ ഒരുപാട് കുട്ടികളും നോർത്ത് ഇന്ത്യൻ ദമ്പതികളുമൊക്കെ മൂന്നാറിലേക്കുള്ള യാത്രയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങളുടെ വാഹനം അടിമാലി ടൗണും പിന്നിട്ട് മൂന്നാറിലെ മലനിരകൾ കയറി തുടങ്ങി. റോഡിൻ്റെ ഇരുവശങ്ങളിലും വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലുമൊക്കെ ധാരാളം ചെടികൾ പൂവിട്ട് നിന്നിരുന്നു. ഞങ്ങൾ ഏതായാലും ഇപ്പോൾ മൂന്നാർ ടൗണിലെത്തി. ടൗണിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലെ പുതിയ സെൻസേഷനായ ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡിനെ വിശേഷിപ്പിക്കേണ്ടത് കാഴ്ചകളുടെ പറുദീസ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ റോഡിന് ഗ്യാപ്പ് റോഡ് എന്ന് പേര് വന്നത്? അതായത് 2 മലകളെ വേർതിരിക്കുന്ന ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വിടവുണ്ട്. അതിൻ്റെ ഓരം ചേർന്നുകൊണ്ട് പോകുന്ന റോഡായതുകൊണ്ടാണ് ഈ റോഡിന് ഗ്യാപ്പ് റോഡ് എന്ന് പേര് വന്നതെന്ന് ഗൂഗിളിൽ നിന്നുള്ള അറിവാണ് കേട്ടോ. ഏതായാലും പച്ച പുതച്ച മലനിരകളെ മേഘപാടികൾ മടിയിലിരുത്തി ലാളിക്കുന്ന, തെന്നി നീങ്ങുന്ന കോട മലനിരകളെ തൊട്ടും തലോടിയും ഒഴുകി നീങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. ഏതായാലും നമുക്ക് ഈ ഗ്യാപ്പ് റോഡിലെ കാറിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോഴുള്ള ആ കാറ്റിൻ്റെ ഇരമ്പലൊക്കെ ഒന്ന് നേരിട്ട് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ കാർ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്ത് ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നമ്മളിൽ ചിലപ്പോഴെങ്കിലും സ്വർഗസഞ്ചാരം നടത്തുന്നതായി തോന്നലുണർന്നാൽ കുറ്റപ്പെടുത്താനാവില്ല. അത്രയ്ക്ക് സുഖകരമാണ് ഈ കാഴ്ച. ഈ യാത്രയിൽ ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് എൻ്റെ സുഹൃത്തായ ജിനോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ഭാര്യ. ഞങ്ങൾ 4 പേരാണ്. ഏതായാലും ക്ഷീണമകറ്റാനായി കരിക്ക് ഒക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളവിടെ അല്പനേരം ചിലവഴിച്ചു. ഈ ഗ്യാപ്പ് വ്യൂ പോയിന്റിൽ നിന്നുമുള്ള കാഴ്ചകൾ കാണുവാനായി ഒരുപാട് സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോസ് എടുത്ത് തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള സഞ്ചാരികൾ എടുത്ത ഫോട്ടോയുടെ പിക്കൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ദൂരെ കാണുന്നത്
നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നും കാഴ്ചകൾ കാണുവാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും ആളുകളുമാണ്. കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരികളാണ് ഇവിടെ അതിരാവിലെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ദേവികുളത്തെത്തുമ്പോൾ ഒരു ടോൾ ബൂത്തുണ്ട്. ഇവിടെ ടോൾ നൽകി വേണം മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ. ഇതുവരെ കണ്ടതിനേക്കാൾ അതിമനോഹരമായ കാഴ്ചകളാണ് ടോൾ ബൂത്തിന് അപ്പുറത്തുള്ളത്. ഇത് ഒരു ദിവസത്തെ ട്രിപ്പാകയാൽ ഞങ്ങൾ ടോൾ ബൂത്തിൽ എത്തിയപ്പോൾ അവിടെ അല്പനേരം നിർത്തിയ ശേഷം തിരിച്ചു പോന്നു. ഇപ്പോൾ സമയം 12:15 ഇനി മൂന്നാർ ടൗണിലെത്തി ഗുരുഭവൻ ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കണം. അങ്ങനെ ഗ്യാപ്പ് റോഡിലൂടെ മൂന്നാർ ടൗണിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മുടെ വാഹനം മൂന്നാർ ടൗണിലെത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും 5 മിനിറ്റ് നടപ്പു ദൂരത്തിലാണ് ഗുരുഭവൻ ഹോട്ടൽ. ഗുരുഭവൻ ഹോട്ടലിൽ നിന്നും മൂന്നാറിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം എപ്പോൾ മൂന്നാർ വന്നാലും പറ്റുമെങ്കിൽ ഉച്ചഭക്ഷണം മൂന്നാർ ഗുരുഭവൻ ഹോട്ടലിൽ നിന്നും മാത്രമേ കഴിക്കാറുള്ളൂ. കാരണം യാത്രയിൽ വയറ് കേടാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഗുരുഭവൻ ഹോട്ടലിൽ വളരെ വൃത്തിയുള്ള, നമ്മളൊരു ഹോട്ടലിൽ നിന്നാണ് ഊണ് കഴിക്കുന്നതെന്ന് തോന്നലുണ്ടാക്കാത്തത്ര വളരെ രസകരമായ ഉച്ചഭക്ഷണം മിതമായ നിരക്കിൽ കിട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ഇരുപ്പുഴുക്ക് കുത്തരി ചോറ്, അതിൻ്റെ കൂടെ തോരൻ, അച്ചാറ്, പപ്പടം, സാമ്പാർ, രസം, പുളിശ്ശേരി, മീൻകറി. ഇവ ആ ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾ ഓംലേറ്റും കൊഴുവ വറുത്തതും സ്പെഷ്യലായും പറഞ്ഞു. 4 പേര് വളരെ തൃപ്തിയോടെ മിതമായ ഭക്ഷണം കഴിച്ചിറങ്ങി. കൊഴുവ വറുത്തതും ഓംലേറ്റും സ്പെഷ്യലും ഉണ്ടായിരുന്നു. 4 പേര് ഭക്ഷണം കഴിച്ചതിന് 460 രൂപ. ആ 460 രൂപ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ സ്പോട്ടായ മാട്ടുപ്പെട്ടിയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്ര തുടരവേ മല മുകളിൽ തേയിലത്തോട്ടങ്ങളിൽ തേയില കൊളുന്തു നുള്ളുന്ന സ്ത്രീകളെ കണ്ടു. 1 മണിക്കൂർ 1 കിലോ തേയിലക്കൊളുന്ത് നുള്ളിയാൽ 50 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം പരമാവധി 7-8 കിലോ തേയിലക്കൊളുന്ത് നുള്ളുവാൻ കഴിയും. ആ കൊളുന്ത് നുള്ളി ചാക്കിൽ കെട്ടി ഫാക്ടറികളിൽ നിന്നും ആളുകൾ വന്ന് തൂക്കി ഇതായി പോകുന്ന ട്രാക്ടറുകളിൽ കയറ്റി തൂക്കി കൊണ്ടുപോയതിന് ശേഷം മാത്രമേ അവർക്ക് അവിടെ നിന്നും വീട്ടിലേക്ക് തിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 2 ട്രാക്ടറുകൾ പോകുന്നത് നമ്മൾ കണ്ടു. ആ ട്രാക്ടറുകൾ തിരിച്ചു വന്നതിന് ശേഷം വേണം, ഇപ്പോഴും അവിടെ തേയിലക്കൊളുന്ത് നുള്ളിയതിന് ശേഷം വണ്ടിയും കാത്ത് ഒരുപാട് സ്ത്രീ തൊഴിലാളികൾ നിൽപ്പുണ്ട്. ആ ട്രാക്ടറുകൾ മടങ്ങി വന്ന് തേയിലക്കൊളുന്തുകൾ തൂക്കി അവർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ ആ സ്ത്രീകൾക്ക് മടങ്ങുവാൻ കഴിയുകയുള്ളൂ. ഏതായാലും മാട്ടുപ്പെട്ടിയിൽ വാഹനങ്ങളുടെ തിരക്കാണെന്നുള്ളത് ഇവിടുത്തെ വാഹനങ്ങളുടെ ഘോഷയാത്ര കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഞങ്ങൾ ആ തേയിലക്കൊളുന്ത് നുള്ളുന്ന സ്ത്രീകളെയും ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മാട്ടുപ്പെട്ടി ടൗണിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഇതുവരെ ഈ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ജിനോയാണ്. ഞാൻ ഷൂട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് സൈഡ് വിൻഡോയുടെ അടുത്ത് കാറിൻ്റെ ഗ്ലാസ് തുറന്നിട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ വാഹനം മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്ര തുടരുകയാണ്.
മാട്ടുപ്പെട്ടിയിലുള്ള സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്ററിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ സ്പീഡ് ബോട്ടിങ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് കൂട്ടുകാരോടൊത്ത് വന്നിട്ട് സ്പീഡ് ബോട്ടിൽ സഞ്ചാരം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇത്തവണ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ സ്പീഡ് ബോട്ടിലൊന്ന് സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചുറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്പീഡ് ബോട്ട് സർവീസ് നടത്തുന്ന ആ പാർക്കിൻ്റെ ഉൾവശത്തേക്ക് കയറുന്നതിനായി തന്നെ 200 രൂപ എൻട്രൻസ് ഫീസ് കൊടുക്കണം. അതുകൂടാതെ സ്പീഡ് ബോട്ട് പെഡൽ ബോട്ടല്ല, സ്പീഡ് ബോട്ട് അവരുടെ ഡ്രൈവറെ വെച്ചുള്ള സ്പീഡ് ബോട്ടിന് 5 പേർക്ക് യാത്ര ചെയ്യുന്ന ഒരു ബോട്ടിന് 1080 രൂപ ഫീസ് അടക്കണം. അത് ഒരാളാണെങ്കിലും 5 പേരാണെങ്കിലും ഒരേ ഫീസാണ്. ഇതിനകത്ത് സഞ്ചാരികളുടെ നിന്നും അവർക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കുന്നതിനോ വേണ്ടി റെസ്റ്റോറൻറ്റുകൾ, വനം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ അവരൊരുക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ തന്നെ കയറുവാൻ തീരുമാനിച്ചു. ജിനോ 1080 രൂപ 5 പേർക്കുള്ള ഫീസ് അടച്ചു. ഇനി നമ്മൾ ഏതായാലും ആ സ്പീഡ് ബോട്ട് യാത്ര അതിൻ്റെ തനത് രസത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒന്ന് നിങ്ങളോടൊപ്പം അറിയുവാൻ പോവുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്പീഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബേസിലേക്ക് നടന്നു. അവിടെ കായലിൽ, മൂന്നാറിൽ ആ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ലേക്കിൽ ഞങ്ങൾക്ക് മുമ്പേ എത്തിയവർ സ്പീഡ് ബോട്ടിൽ റോന്ത് ചുറ്റുന്ന കാഴ്ച അല്ലെങ്കിൽ വളരെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ പയ്യെ യാത്രയ്ക്കായി തയ്യാറെടുത്ത് അതിൻ്റെ ജട്ടിയിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ കോട്ടുകളൊക്കെ നൽകി. എല്ലാവർക്കും അല്പം ഭയമൊക്കെ ഉണ്ട്, എങ്കിലും ഞങ്ങൾ യാത്ര പയ്യെ തുടങ്ങുകയാണ്. ആ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ സാഹസികമായിരുന്നു ആ ബോട്ട് യാത്ര എന്ന് പറയാതിരിക്കാൻ വയ്യ. തുടങ്ങിയപ്പോൾ ഉള്ളിൽ അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യാത്ര പുരോഗമിച്ചപ്പോൾ സത്യം പറഞ്ഞാലത് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ഡ്രൈവർ ഞങ്ങളുമായിട്ട് നന്നായിട്ട് സഹകരിച്ചു. ഒരു 10 മിനിറ്റോളം നീണ്ടു നിന്ന ആ യാത്രയ്ക്ക് ശേഷം ആ ബോട്ടിൻ്റെ സ്രാങ്ക് അല്ലെങ്കിൽ സ്പീഡ് ലോഞ്ചിൻ്റെ ഡ്രൈവർ ആ സ്പീഡ് ബോട്ട് ജെട്ടിയിലടിപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങി ആ പാർക്കിൽ തന്നെയുള്ള ഒറ്റുവേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഞങ്ങൾ ചായയും സ്നാക്സും ഓർഡർ ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകുവശത്തേക്ക് ഞാൻ ക്യാമറയുമായി ചെന്നു.
ആ സമയത്ത് ആ റെസ്റ്റോറൻറ്റ് പുറകുവശത്തെ ബാൽക്കണിയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അല്പം കുറേ തമിഴ് നാട്ടുകാരായ ചെറുപ്പക്കാരെ കണ്ടു. അവർ അവിടെ നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കി ആ കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് ഊട്ടിയിലെ ലേക്കിൻ്റെയോ പരിസര പ്രദേശങ്ങളിലായിരിക്കണം. ഊട്ടിയിലെ ലേക്കിൻ്റെ ആ പ്രദേശത്തുള്ള കാഴ്ചകളുമായിട്ടൊക്കെ അവർ താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിമനോഹരമാണ് ആ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. ഞാൻ അതിൻ്റെ അകംഭാഗങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി അതിനുശേഷം സൈഡിൽ കൂടി അപ്പുറത്തെ വശങ്ങളിലെ കാഴ്ച. ഞങ്ങളിപ്പോൾ സ്പീഡ് ബോട്ടിൽ ചുറ്റിയടിച്ച മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലുള്ള തടാകമാണ് ഈ ജനൽ ചില്ലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഭക്ഷണം ഓർഡർ ചെയ്ത് ഹെവി ഫുഡൊക്കെ, അതായത് ചിക്കനും മറ്റുള്ള സ്നാക്സും ചായയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോരാ, ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ പുറത്തിറങ്ങി ആ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അല്ലെങ്കിൽ ആ ഡാം സൈറ്റും അവിടുത്തെ മലനിരകളും മേഘപാളികളും വെള്ളവും മരങ്ങളും ഒന്നും എത്ര പകർത്തിയിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒന്നുകൂടി ആ ക്യാമറയിൽ വീഡിയോയിൽ ഒപ്പിയെടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മൂന്നാർ ടൗണിലേക്ക് യാത്രയായി. അവിടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ആ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പൂക്കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരും സ്വാഗതം ചെയ്യുന്നു. ആ പൂക്കാഴ്ചകൾക്ക് ശേഷം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിലെ പൂക്കാഴ്ചകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏകദേശം 3:30 മണിയോടുകൂടി ഞങ്ങൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും പൂക്കാഴ്ചകൾ കണ്ട് പുറത്തേക്കിറങ്ങി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഒരു ദിവസം വളരെ നന്നായി ആസ്വദിച്ചു. മൂന്നാറിൻ്റെ തണുപ്പറിഞ്ഞു, തേയിലത്തോട്ടങ്ങൾ കണ്ടു, സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തു. അങ്ങനെ തിരക്കുകളെയും നമ്മുടെ പതിവ് ദിനചര്യകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നന്നായി യാത്ര ചെയ്യുവാനും ആസ്വദിക്കുവാനും കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏതായാലും ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആലുവ കാരോത്തുകുഴി ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ഷേണായുടെ കടയിൽ നിന്നും അത്താഴവും കഴിച്ച് 8 മണിയോടെ വീട്ടിലെത്തിച്ചേരണം. എല്ലാവർക്കും ബൈ.